എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ സ്വരൂപം അറിവിലൂടെയാണ്. അറിവിന്റെ സ്വരൂപമാണ് ഭഗവാനുള്ളത്. തടസ്സം ഉണ്ടാവുന്ന എപ്പോഴും അറിവില്ലാത്ത അവസ്ഥയിലാണ്. എപ്പോഴാണോ നമുക്ക് തടസ്സങ്ങൾ നേരിടുന്നത് ആ തടസ്സത്തെ മാറ്റാനുള്ള അറിവ് നമുക്കില്ല. ഇപ്പൊ ഒരു വിവാഹ തടസ്സം ഒരു പെൺകുട്ടിക്ക് വരുന്നു, 32 വയസ്സായി, 33 വയസ്സായി, ആ കുട്ടിക്ക് വിവാഹം നടന്നിട്ടില്ല. നമ്മുടെ കൺസെപ്റ്റിൽ അതൊരു വിവാഹ തടസ്സമാണ്. ആ തടസ്സം മാറ്റാനുള്ള ഒരു അറിവ് വേണം. എങ്ങനെ മാറ്റാം? നമുക്കറിയാത്ത അറിവുകളുള്ള ഭഗവാനെ നമ്മൾ സമീപിക്കുന്നു. ഭഗവാൻ അറിവിന്റെ സ്വരൂപമായതുകൊണ്ട് അറിവിലൂടെയാണ് ഭഗവാൻ തടസ്സം മാറ്റുന്നത്. അത് ഞാൻ പറഞ്ഞു, ആ അറിവിലൂടെ ഭഗവാൻ തടസ്സം മാറ്റുന്നത് ഭഗവാൻ ഈ തുമ്പിക്കൈ കൊണ്ട് ആ തടസ്സങ്ങൾ തള്ളി നീക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലിരിക്കുന്ന ഗണപതി ആ അറിവ് ഉൽപ്പാദിപ്പിക്കുകയും ആ അറിവിലൂടെ നമ്മളെ കൊണ്ട് തന്നെ ആ തടസ്സം മാറ്റിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഭഗവാന്റെ നാട്ടുകാരല്ലേ? ഒരു തടസ്സം ഉണ്ടായെന്ന് കരുതുക. അപ്പൊ ഒരു വീട് പണിക്ക് എപ്പോഴും മഴയാണ്, ഏത് സമയത്തും മഴ. മഴ കൊണ്ട് വീട് പണിയാൻ പറ്റുന്നില്ല, ഓരോ സമയത്തും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭഗവാന് ഒരു ഒച്ച കഴിച്ചു, ഒരു അപ്പം കഴിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഇനി എൻ്റെ വീടിന്റെ വാർപ്പിന്റെ അന്ന് മഴ പെയ്യരുത്, എൻ്റെ വീടിന്റെ വാർപ്പിനുള്ള തടസ്സം അവിടെ നിന്ന് മാറ്റി തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അന്ന് വീണ്ടും മഴ പെയ്തു കരുതുക. നമുക്ക് സ്വാഭാവികമായിട്ടും ഭഗവാനോട് ദേഷ്യം തോന്നും. അയ്യോ, ഞാൻ അപ്പം കഴിച്ചല്ലോ, ഞാൻ അട കഴിച്ചല്ലോ, ഞാൻ എന്നിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാനെ അവിടെ നിന്ന് എൻ്റെ ഈ വാർപ്പിന്റെ ദിവസം മഴ പെയ്യിച്ചില്ലേ എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ വലിയൊരു ടാർപ്പായുടെ ചിത്രങ്ങൾ വരും. വലിയൊരു ടാർപ്പായ, അല്ലെങ്കിൽ മഴ തടച്ചു നിർത്താനുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഫോട്ടോ ഭഗവാൻ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടു തരും. ഇങ്ങനെ ഒരു ഉപായം ഉണ്ടായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ വന്ന് ചെയ്തു തരുന്നു. ഞാൻ വന്ന് ചെയ്തു തരുന്നു നിങ്ങൾ എപ്പോ കരുതുന്നു അപ്പൊ നിങ്ങൾ ഭഗവാൻ വേലക്കാരൊക്കെയാണ്. ആ പരിപാടി പറ്റില്ല. നോക്കൂ, ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹത്തോടു കൂടി പറയാണ്, ഗുരുവായൂരപ്പനെയാണെങ്കിലും പ്രത്യേകിച്ച് ഗണപതി ഭഗവാന് ഒരിക്കലും ദാസ്യവൃത്തി ചെയ്യിപ്പിക്കരുത്. ദാസ്യവൃത്തി ചെയ്യിക്കുന്നത് സഹിക്കാത്ത ആളാണ് ഭഗവാൻ. എത്ര പേര് ഐതിഹ്യമാല വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഐതിഹ്യമാലയിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഭഗവാനെ പ്രസാദിപ്പിക്കാനും വളരെ എളുപ്പമാണ്, ഭഗവാനിൽ നിന്ന് ദേഷ്യം ഏറ്റുവാങ്ങാനും വളരെ എളുപ്പമാണ് ഗണപതി ഭഗവാനിൽ നിന്ന്. മുഴുവൻ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഇടയെന്ന് കഥ പറയാം. ഒരു വലിയ ഇല്ലത്തെ നമ്പൂതിരി ഇല്ല ഏതാന്ന് ഞാൻ അവസാനം പറയാം. അദ്ദേഹം എവിടെയോ ഒരു സ്ഥലത്ത് പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി ആനക്കുട്ടിയെ കണ്ടു പറയാം. ഒരു കുറുമ്പൻ ആനക്കുട്ടി. ആ ആനക്കുട്ടിക്ക് ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ, നല്ല ചൈതന്യം അതിനെ നോക്കണ സമയത്ത്. അദ്ദേഹം മഹാത്മാവായതുകൊണ്ടും അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാക്ഷാൽ വിഘ്നേശ്വരൻ തന്നെയാണ്. പെട്ടെന്ന് ആനക്കുട്ടിയെ കയറി പിടിക്കാൻ പോയ സമയത്ത് അത് ഓടി വേറൊരു ചെറിയ വീടിനകത്തേക്ക് കയറി. ഒരു തീയ സമുദായത്തിൽപ്പെട്ട ഒരാള് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ചെന്നിട്ട് ഈ നമ്പൂതിരി ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഈ ആനക്കുട്ടിയെ വേണം, ഈ ആനക്കുട്ടിയെ എനിക്ക് തരണം. അയ്യോ, ഞാൻ ഇതിനെ ജീവനോടെ കാണുന്നതാണ്, എന്റെ ജീവന് തുല്യമാണ് ഇവനെ ഞാൻ ഒരിക്കലും തിരുമേനിക്ക് തരില്ല. ഇവനെ എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ? പണ്ട് ഞാനിവിടെ ഈ കാവൽ കിടക്കുന്ന തേങ്ങയ്ക്ക് കാവൽ കിടക്കുന്ന സമയത്ത് ആ വരയിൽ വെച്ചിട്ട് ഇവൻ എന്റെ പുറകിൽ ഇങ്ങനെ തോണ്ടി വിളിക്കും. നല്ല തണുപ്പാണ്, തണുപ്പാവുന്ന സമയത്ത് ഞാൻ 1-2 തേങ്ങ എടുത്തിട്ട് ഈ തീയിലിട്ട് ചുടും. അപ്പൊ ഇവൻ എന്റെ പുറകിൽ വന്ന് ഇങ്ങനെ തോണ്ടും. ഞാൻ ആ കത്തിക്കുന്ന തേങ്ങയിൽ നിന്ന് 1-2 എണ്ണം പുറകിലേക്ക് ഇട്ട് അതിലൊരു തേങ്ങാപ്പൂള് എടുത്തിട്ട് ഇവർ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ തുടങ്ങിയ സൗഹൃദമാണ്. ഇന്ന് വർഷങ്ങളായിട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഒരു കാരണവശാലും ഇവൻ എന്റെ അടുത്ത് കൊണ്ടുപോകരുത് എന്ന് അപേക്ഷിക്കും. പക്ഷെ തിരുമേനിക്ക് വാശി ആയതുകൊണ്ട് സ്വപ്നവേല പറഞ്ഞ് കൊടുക്കും. സ്വപ്നവേല പറഞ്ഞ് ഉറപ്പിച്ച് ആനയെ പിടിക്കാൻ വേണ്ടി തിരുമേനി വീണ്ടും പോകുമ്പോൾ ആന ഓടിച്ചെന്ന് വീണ്ടും ആ തീയ സമുദായത്തിൽപ്പെട്ട അയാളെ കെട്ടിപ്പിടിക്കും തുമ്പിക്കൈ കൊണ്ട്. ഭഗവാന് വിട്ടുപോകാൻ താല്പര്യമില്ല അടുത്തത്. അപ്പൊ ചോദിക്കും, ഇവരെ എങ്ങനെ ഞാൻ ഇല്ലത്ത് കൊണ്ടുപോകും? ഇല്ലത്ത് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ 4-5 ചുട്ട തേങ്ങ എടുത്ത് കൊടുക്കും. തേങ്ങയുടെ ചുട്ട തേങ്ങ പറയും, വഴിയിലെ ഓരോ കഷ്ണം കൊടുക്കുക, കുറച്ചു ദൂരം നടത്തിക്കുക, വീണ്ടും കൊണ്ടുപോവുക, നടത്തിക്കുക. അങ്ങനെ വഴിനീളെ ചുട്ട തേങ്ങ കൊടുത്ത് 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 ഇല്ലത്തെത്തിച്ചു എന്നാണ്. ഇല്ലത്തെത്തിയപ്പോ ഭഗവാനെ യഥാവിധി പൂജിച്ചപ്പോ ഭഗവാൻ സ്വരൂപം കാണിച്ച് അനുഗ്രഹിച്ചു. ഇനി നിങ്ങളുടെ ഇല്ലത്ത് എല്ലാ സമയത്തും എന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരുടെ ഒരു തലമുറ ഇന്നും ഉണ്ടായില്ല. ഏതാണ് അറിയാവുന്ന അവിടെ? ആദ്യം കാലടി മന എന്നായിരുന്നു പേര്. പിന്നീട് സൂര്യൻ പ്രത്യക്ഷത്തിലായ സമയത്ത് സൂര്യകാലടി മന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇല്ല.
അയലത്തിലെ ഒരു കുടുംബാംഗം എല്ലാ ദിവസവും ഗണപതി ഹോമം ചെയ്തോളണമെന്നാണ്. മുടക്കം പാടില്ല ഗണപതി ഹോമത്തിന്. അവിടെ എന്നും വേണം. പ്രത്യക്ഷത്തിലായിരുന്നു ഗണപതി. എന്താവശ്യത്തിനും ഭഗവാൻ ഉണ്ടായിരുന്നു. എന്തിനും. സൂര്യകാരുണ്യമല വലിയ മന്ത്രവാദ കുടുംബമായതുകൊണ്ട് ഭഗവാൻ നേരിട്ട് ചെന്ന് ബാധകൾ ഒഴിപ്പിക്കും. ഭഗവാൻ ചെന്നാൽ മതി, ബാധകൾ ഒഴിഞ്ഞു പോകും. ഗണപതിയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടി ബാധകൾക്ക് പേടിയെന്ന് പറയാം. അന്നേരം ഭഗവാൻ ചെയ്യും, ബാധകൾ ഒഴിഞ്ഞു പോകും. അപ്പോ അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു നമ്പൂതിരിയെ പരീക്ഷിച്ച കഥയൊക്കെ ഉണ്ട്. ഒരു തോണി മുകളിലേക്ക് കയറ്റി പരീക്ഷിച്ച കഥയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുഴുവൻ വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഭഗവാന്റെ സഹായം കൊണ്ട് സൂര്യകാരുണ്യ മനയിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടായി. ഒരു തരത്തിലുള്ള കുറവുണ്ടായിരുന്നില്ല. ഗണപതി പ്രത്യക്ഷത്തിലായിരുന്നു. ആ സമയത്ത് അറേബ്യയിൽ നിന്നുള്ള ചില ആൾക്കാർ മനയിലേക്ക് വന്നു. അത്ര കടൽ കച്ചവടക്കാരായിരുന്നു. കടൽ കച്ചവടക്കാരായിട്ടുള്ള അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പായ്ക്കപ്പലിൽ നിന്ന് ചില വിലപിടിപ്പുള്ള പെട്ടികൾ കടലിനടിയിലേക്ക് പോയി. ഈ കടലിനടിയിലേക്ക് പോയ പെട്ടികളൊക്കെ ഒന്ന് വീണ്ടും തിരിച്ചെടുത്ത് തരണം. അതിനുവേണ്ടി അങ്ങ് സഹായിക്കണം എന്നാണ് പറഞ്ഞത്. ഭഗവാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ആ പെട്ടിയിൽ എന്താണോ ഉള്ളത് അതിന്റെ 3/4 ഭാഗം ഇല്ലത്തേക്കാണെന്നുണ്ടെങ്കിൽ സഹായിക്കാം. അപ്പൊ അതിൽ കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളായിരുന്നു എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമ്പൂതിരി സമ്മതിച്ചു, തിരുമേനി സമ്മതിച്ചു. ഭഗവാനെ വിളിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു നടുക്കടലിൽ ഒരു പെട്ടി താഴ്ന്നു പോയിട്ടുണ്ട്. ആ പോയ പെട്ടി വീണ്ടെടുത്ത് തരണം. ഭഗവാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള പണി ചെയ്യിപ്പിക്കണം. ഞാൻ ഇതിനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഒരു വേലക്കാരനായിട്ടല്ലല്ലോ എന്നെ കൊണ്ടുവന്നത്. തന്നോടുള്ള സ്നേഹം, തന്റെ ഇഷ്ടം, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വേലക്കാരെ കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. തിരുമേനി വിട്ടില്ല, വാശി വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തു പോയി, ഇനി ആ വാക്കിൽ നിന്ന് മാറാൻ എനിക്ക് സാധിക്കില്ല. അങ്ങേ ഞാൻ ഉപാസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങേ എനിക്കത് തിരിച്ചെടുത്ത് തരുന്നതാണ്. ഭഗവാൻ തിരിച്ചെടുത്ത് കൊടുത്തു ആ പെട്ടി. പെട്ടി കൊടുത്തിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഇനി ഗണപതി പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്റെ ചൈതന്യം ഉണ്ടാവും, എന്റെ അനുഗ്രഹം ഉണ്ടാവും, എന്റെ എല്ലാ തരത്തിലുള്ള വാത്സല്യം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ പ്രത്യക്ഷത്തിൽ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. സൂര്യകാരുണ്യ മനയ്ക്ക് പ്രത്യക്ഷമായിരുന്ന ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരായിട്ട് ഇന്നും ഇപ്പോഴും അവരവിടെ ഉണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഗണപതി ഇല്ലാതായതിനെ കുറിച്ച് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇങ്ങനെ കഥ പറയും. എപ്പോഴാണ് ഭഗവാൻ നമ്മളെ വിട്ടു പോകുന്നത്? ഭഗവാനെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ, ഭഗവാനെ കൊണ്ട് ദാസ്യവേല ചെയ്യിപ്പിക്കുമ്പോൾ ഭഗവാൻ വിട്ടുപോകും. പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ പറഞ്ഞാൽ ഭഗവാൻ എന്തും കേൾക്കും. നിങ്ങൾക്ക് വെള്ളം കോരി തരണോ? വെള്ളം കോരി തരും. നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കി തരണോ? അപ്പം ഉണ്ടാക്കി തരും. പായസം ഉണ്ടാക്കി തരണോ? പായസം ഉണ്ടാക്കി തരും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? ഭഗവാനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. നിഷ്കാമ ഭക്തി എന്ന് പറയും. ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സ്നേഹിച്ചാൽ സ്വയം ഭഗവാൻ വേലക്കാരനായിട്ട് മാറും. നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എത്ര ഉദാഹരണങ്ങളുണ്ട്, എത്ര ഉദാഹരണങ്ങളുണ്ട്.